ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഇന്നലകളിൽ ഏതവസ്ഥയിലായിരിക്കട്ടെ, വചനം പറയുന്നു, കർത്താവിന് പക്ഷപാതമില്ലെന്നും അവിടത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടാലും. യേശുക്രിസ്തു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, ഏതാനും ഗ്രീക്കുകാർക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപത്തിന്റെ പരിഹാരമായി, ലോകം മുഴുവന്റെയും രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുക്രിസ്തു 3 ആണികളിൽ പിടഞ്ഞു 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 മരിച്ചു. അതെന്റെയും നിന്റെയും സൗഖ്യത്തിന് വേണ്ടി കൂടിയാ. എൻ്റെ അപ്പൻ്റെ കടയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുക എനിക്ക് എൻ്റെ സ്വന്തം അപ്പന് ഒരു കടയുണ്ടെന്ന് വിചാരിക്കുക. അപ്പൻ്റെ മകനായതുകൊണ്ട് അതിന്റെ സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് കരുതുക. അപ്പൊ എനിക്കൊരു പിന്ന് വേണം, ഒരു മുട്ടുസീജി വേണം, ഒരു പുസ്തകം വേണം. ഞാൻ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യം ഉണ്ടാകണം കേട്ടോ. അതേക്കുറിച്ച് അച്ഛൻ പിന്നെ പറയാം. ചിലർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ കാരണം ഉണ്ടാവും. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യും? അതുപോലെ സ്നേഹം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യും? ഒന്നില്ല, അപ്പ എനിക്കൊരു ഒരു ഒരു പേനയും ഒരു ബുക്കും പിന്നെ ഒരു ഇതൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നോട്ടാന്ന് പറയും. കൊണ്ടുവന്നിട്ട് അപ്പം കാശ് ചോദിക്കുമോ? ബുക്കിന് 18 രൂപ. ഇന്നിപ്പോ പിള്ളേരൊക്കെ എങ്ങനെയാണെന്നറിയാവോ? അവധിക്ക് വീട്ടിൽ വന്ന് നിൽക്കും. അവധിക്ക് 5 ദിവസം അവധിക്ക് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാ എടി ആഗോടിക്കടി, പാത്രം കഴുകടി, തുണി ഇതെല്ലാം ചെയ്യും. എന്നിട്ട് വൈകിട്ട് മമ്മി തുണി അലക്കാനായിട്ട് ഒരു ചേച്ചി വന്നെങ്കിൽ 250 രൂപ കൊടുക്കണ്ടേ? പാത്രം കഴുകാൻ ആരെങ്കിലും വിളിച്ചാൽ 100 രൂപ കൊടുക്കണ്ടേ? ശരിയല്ലേ പറയുന്നത്? വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവര് കാശ് കൊടുക്കണ്ട. അതുകൊണ്ട് അത്രയൊന്നും കൊടുക്കണ്ട, എല്ലാം കൂടിയും കൂട്ടി ഒരു 250 രൂപ തന്നാ മതി. ഹല്ലേലൂയ. നമ്മളിപ്പോ സ്നേഹത്തിന് ഇങ്ങനെ വിലയിടുന്നവരായതുകൊണ്ട് വരുന്ന പ്രശ്നമാണ് ഇതൊക്കെ. ഇല്ലെങ്കിൽ അല്പം കൂടി ഫ്രീഡം ഉണ്ട്, എനിക്ക് അതിനനുസരിച്ചുള്ള പ്രായമായെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കടയിലേക്ക് പോയിട്ട് അവിടെ എനിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് പറയും, പപ്പേ ഞാൻ ഈ 5 സ്റ്റാർ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരും. പ്രിയപ്പെട്ട ദൈവവൈതലേ, സൗഖ്യം, പാപമോചനം നിന്റെ അവകാശമാ. യേശുക്രിസ്തു കാൽവരി കുരിശിൽ രക്തം ചിന്തി എനിക്കും നിനക്കും വേണ്ടി സൗജന്യമായി നേടിത്തന്നതാണ് അവന്റെ സൗഖ്യവും പാപമോചനവും. ഇത് സൗജന്യമാ, എടുക്കണം. ഹല്ലേലൂയ. എടുക്കാതെ പോകരുത്, സൗജന്യമാ, ഫ്രീ ആയിട്ട് തന്നതാ, സൗജന്യമായിട്ട്. ഇതെന്റെ അവകാശമാ, മേടിച്ചോളാം. നമ്മളിപ്പോ അവകാശമൊക്കെ പറഞ്ഞു മേടിക്കുന്നവരല്ലേ അല്ലേ? അച്ഛനറിയാവോ, എനിക്ക് അവകാശമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അപ്പനെതിരെ കേസിന് പോയേക്കോ. ഓഹോ, ഇപ്പൊ സ്വന്തം അപ്പനെതിരെയൊക്കെ കേസിന് പോകുന്നത്. പണ്ടൊക്കെ അയലോക്കക്കാർക്കെതിരായിരുന്നു, ഇപ്പൊ കളമൊക്കെ മാറി. സ്വന്തം അപ്പനെതിരെ, അമ്മയ്ക്കെതിരെ, അനിയനെതിരെ, ചേട്ടനെതിരെയൊക്കെയാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നോ, എന്റെ അവകാശം അച്ഛനറിയാവോ? ഞങ്ങൾ 2 മക്കളാണ്. അപ്പ മരിച്ചു, 2 ഏക്കറുണ്ട്. അപ്പൊ ചേട്ടൻ എത്ര ഏക്കർ, അനിയൻ എത്ര ഏക്കർ? കൃത്യമായിട്ട് കൊടുക്കണ്ടേ? മതിൽ കെട്ടിയ പിച്ചിരി ഇങ്ങോട്ടായിപ്പോയി. 1 ഏക്കറിന്റെ എന്തോ ഒരു 1/2 സെന്റ് എവിടെയോ പുള്ളി അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതാണ് കാരണം, വേറെ ഒന്നുമില്ല. ഇതാണ് കാരണം. അവകാശം നമ്മൾ ഇതുപോലെ പറഞ്ഞു മേടിക്കുമെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള അപ്പന്റെ അവകാശം നമ്മൾ ഇതുപോലെ വില കൊടുത്തോ, പറഞ്ഞോ, കേസ് കൊടുത്തോ, അടിയുണ്ടാക്കിയോ നമ്മൾ മേടിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് എനിക്കും നിനക്കും വേണ്ടി സൗജന്യമായി അവകാശമായി തന്ന അവന്റെ രക്ഷയും അവന്റെ സൗഖ്യവും അവന്റെ വിടുതലും അഭിഷേകവും പിടിച്ചു മേടിച്ചുകൂടാ? ഹല്ലേലൂയ. മേടിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളത് പിടിച്ചു മേടിക്കണം. നമ്മളിങ്ങനെ വന്നിട്ട് പറയണം, അതെ ഇന്ന് ഞാൻ കൺവെൻഷന് വേണ്ടി വന്നതാ, കാരിസ്മയിൽ വചനം കേൾക്കാൻ വന്നതാ,
ഞാൻ ഇന്ന് ചില നിയോഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാ വന്നത്. ഇതൊക്കെ തരാതെ ഞാൻ ഇന്ന് പോകുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റേ ടീം ഒരാൾ ഇങ്ങനെ കാലക്കേറി പിടിച്ചല്ലോ, അതാരാ? പഴയ നിയമത്തിലൊരു ടീം കേട്ടിട്ടില്ലേ? ആരെ കൂട്ടിലിട്ടൊരു അടിയും കൂടിയും കൊടുത്തു തന്നിട്ട് യാക്കോബ് എന്നാ പറഞ്ഞേ? രാത്രികാലം മുഴുവനും ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി. മൽപ്പിടുത്തം, രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തുക. രാത്രിയെ പകലാക്കി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ജാഗരണ പ്രാർത്ഥന നടത്തുക. യാക്കോബ് ജാഗരണ പ്രാർത്ഥന നടത്തുന്നു. കാരണം രാത്രി മുഴുവൻ യുദ്ധം നടക്കുക. അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ ചങ്കുപൊട്ടുക. എന്നിട്ട് കാലെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ എന്നെ അനുഗ്രഹിക്കാതെ അല്ലാതെ വിടുകയില്ല, അനുഗ്രഹിക്കല്ലാതെ വിടുകയില്ല, അനുഗ്രഹിക്കാതെ അല്ലാതെ വിടുകയില്ല. എനിക്ക് സൗഖ്യം തരാതെ ദൈവമേ നിന്നെ ഞാൻ വിടില്ല. എനിക്ക് വിടുതൽ തരാതെ ദൈവമേ ഞാൻ നിന്നെ വിടില്ല. എനിക്ക് പാപമോചനവും കരുണയും തരാതെ ഞാൻ നിന്നെ വിടില്ല. സ്വർഗത്തിന്റെ ആത്മാവിന്റെ പുത്തൻ അഭിഷേകം എനിക്ക് തരാതെ ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്ന് പറയണം. ഹല്ലേലൂയ. ഇത് പറയാനുള്ള ഒരു അഭിഷേകമാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തരുന്നത്. തരാതെ പോവുകയല്ല, കിടന്നോളണം, അവിടെ കിടന്നോളണം. തരാതെ നമ്മൾ ജോലി എടുത്തല്ലേ, നമ്മൾ ജോലിയൊക്കെ കഴിയുമ്പോൾ ശമ്പളം തന്നില്ലെങ്കിൽ നമ്മൾ അവിടെ സത്യാഗ്രഹം ഇരിക്കും അല്ലേ? ചില ഫാക്ടറിയുടെ ഒക്കെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. കാരണം ഞാൻ ജോലി എടുത്തു. ചില ഹോസ്പിറ്റലിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്, ഞങ്ങൾ ജോലി ചെയ്ത് ശമ്പളം എന്താ സത്യാഗ്രഹം. അതുപോലെ തമ്പുരാന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരുന്നിട്ട് ഇതെന്റെ അവകാശമാ, എനിക്ക് തരണം, എനിക്ക് വേണം. അഭിഷേക അവകാശം നമ്മൾ മേടിക്കണം. അതിന് നമ്മൾ ഇരിക്കണം, കർത്താവിന്റെ കൂടെ ഇരിക്കണം, അവനുമായി ഒരു മൽപ്പിടുത്തം നടത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിലേക്കുള്ള വഴിയാണ് അച്ഛൻ പറയുന്നത്. എന്ത് ചെയ്യണം? ദൈവവുമായിട്ട്, ഈശോയുമായിട്ട് ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറാകണം. അഭിഷേകം ചെയ്യാതെ ദൈവമേ നിന്നെ ഞാൻ വിടില്ല. വിടുകയില്ലെന്ന് പറഞ്ഞാൽ വിടുകയില്ല, അതുപോലെ പിടിച്ചോളാം. അപ്പോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അടിയൊക്കെ കിട്ടും. എന്ത് കിട്ടും? ഇങ്ങനെ നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ചേക്കുവാണല്ലോ. അപ്പൊ ചിലപ്പോൾ അടിയൊക്കെ കിട്ടും. നമ്മൾ വീട്ടിൽ അപ്പന്റെ കാലേ കയറി പിടിച്ചുകൊണ്ടിരിക്കുമെന്നിരിക്കും. അപ്പം കാലുകൊണ്ട് ചിലപ്പോൾ തൊഴിക്കും, ചിലപ്പോൾ മുതുകെടുത്തൊരു അടി ചെയ്തും. എന്നാലും വിടരുത്, വിട്ടുകയല്ലപ്പാ, വിട്ടുകയല്ല. അതുപോലെ ഒരു ദൈവത്തെ പിടിക്കാൻ പറ്റണം. അഭിഷേകം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ മേൽ വട്ടം പിടിച്ചിട്ട് പറയണം, ഈശോയെ എന്നെയും അഭിഷേകം ചെയ്യാതെ നിന്നെ ഞാൻ വിടില്ല. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോരിയുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് തീരുമാനിക്കുവിൻ. ഹല്ലേലൂയ. ഗോത്രങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയേക്കുക. എന്നിട്ട് ജോഷുവയുടെ സമയമൊക്കെ ആയി, പ്രായമൊക്കെ ആയി, തീരാറായി. ഇപ്പൊ ജോഷു അവസാനം പറയുന്ന ഒരു കാര്യം ഇതാണ്. ജോഷു പറഞ്ഞു, എല്ലാ ഗോത്രങ്ങളും വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, ഒരു കാര്യം ഇപ്പൊ ഉറപ്പിച്ച് പറഞ്ഞോളാം, ഒരു തീരുമാനം ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്ക് വേണം. ഒരു തീരുമാനം പറയണം. നിങ്ങൾ അന്യദൈവങ്ങളെ ആരാധിക്കോ അതോ സത്യദൈവത്തെ ആരാധിക്കോ? മനുഷ്യനുയർത്തിയ ബിംബത്തെ ആരാധിക്കോ അതോ ദൈവത്തെ ആരാധിക്കോ? ഇപ്പൊ പറയണം, ഡെഫിനിറ്റ് ആയിട്ട് പറയണം, ഡെഫിനിറ്റ് ആയിട്ട് പറയണം, കൃത്യമായ നിലപാട് പറഞ്ഞോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ജോഷുവ പറഞ്ഞു, എന്റെ നിലപാട് ഇതാ. എന്നതാ ജോഷുവയുടെ നിലപാട്? എന്നായിരുന്നു? ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇവിടെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛോ അമ്മായപ്പനും അമ്മായമ്മയുണ്ട്, രണ്ടുപേരുണ്ട് വീട്ടില്, കുഞ്ഞുണ്ട്. ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ അങ്ങോട്ട് ഏൽപ്പിക്കും. ജോലി കഴിഞ്ഞ് വീട്ടിൽ പഠിക്കാൻ കഴിഞ്ഞ് വരുന്ന, പിന്നെ വീട്ടു ജോലിയുണ്ട്, വന്നു കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആകണം, പിന്നെ മുഴുവൻ സമയം കൊച്ചിനെ നോക്കണം, അതിനായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, കാര്യങ്ങൾ ഉണ്ടാക്കണം. അമ്മായപ്പനും അമ്മായിയമ്മയും കൂടി നേരെ മറ്റേ 6 മണിക്ക് തുടങ്ങുന്ന സീരിയൽ ഉണ്ടല്ലോ, അതേതാ ചേട്ടത്തി?
അച്ചോ ഇത് മുഴുവൻ കാണും. ഇതിനിടയ്ക്ക് ഞാൻ പറയും, വാ നമുക്ക് സന്ധ്യാപ്രാർത്ഥന, എനിക്ക് അല്പം ക്ഷീണമുണ്ട്, എനിക്ക് കിടക്കണം, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. രണ്ടുപേരും കേൾക്കില്ല. പിന്നെ എന്നാ ചെയ്യുന്നത്? ഈ കൊച്ചിനെ നോക്കണം, നമുക്ക് എല്ലാം കൂടി ഇത് നടക്കണ്ടേ. ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും, എന്നിട്ട് കയറി കിടക്കും. ഇതൊരു ദിവസത്തെ പരിപാടിയല്ല, ഒട്ടുമിക്ക ദിവസം ഇത് തന്നെ. സീരിയൽ കഴിഞ്ഞിട്ടേ പ്രാർത്ഥനയുള്ളൂ. ഇതാണ് ആരുടെ നിലപാട്? നമ്മുടെ നിലപാട്. സീരിയൽ കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ. ഹല്ലേലൂയ. എന്റെ റിക്രിയേഷൻ കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ. എന്റെ സന്തോഷം കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ. എന്റെ ഇഷ്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ദൈവത്തിന് സമയമുള്ളൂ, സാഹചര്യമുള്ളൂ, അവസ്ഥയുള്ളൂ. ഇവിടെ ജോഷുവ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഇപ്പൊ വ്യക്തമാക്കണം, ഇപ്പൊ പറയണം. ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പറഞ്ഞോളാം നിങ്ങളുടെ നിലപാട്. അത് കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. നിലപാടുകൾ എടുക്കുന്നിടത്താണ് സ്വർഗം അഭിഷേകം ചെയ്യുന്നത്. സ്വർഗം പറ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. നിലപാടുകൾ കൃത്യമായി സുവിശേഷത്തിന്റെ നിലപാടുകൾ എടുക്കുന്നവരെ, സ്വർഗത്തിന്റെ നിലപാടുകൾ എടുക്കുന്നവരെ സ്വർഗം അഭിഷേകം ചെയ്യും. ജോഷുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും എന്തു വന്നാലും തലമുറകളും കർത്താവിനെ സേവിക്കും. നിങ്ങളോ? നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. സുവിശേഷത്തിന്റെ നിലപാടുകൾ അങ്ങനെയല്ല, സൗകര്യമനുസരിച്ച് മാറാവുന്നതല്ല. നിങ്ങൾ കാണണം ദാനിയേലിന്റെ പുസ്തകം, 3 യുവാക്കളെ ജീവിതം തീർന്നവരല്ല, CC അടഞ്ഞതല്ല. അമ്മിച്ചുമാരെ എന്നെ കുറ്റപ്പെടുത്തരുത്. ഹല്ലേലൂയ. ചോരത്തിളപ്പി നിൽക്കുക. ജീവിതത്തിൽ ഇനിയും സ്വപ്നങ്ങൾ ഒത്തിരി കാണാനുണ്ട്, എത്തിപ്പിടിക്കാൻ ഒത്തിരി ഉണ്ട്. ഇനിയും കീഴടക്കേണ്ട ജീവിതത്തിന്റെ സമസ്യകൾ പലതും മുന്നിലുണ്ട്. അതിന്റെ നടുവിൽ നിൽക്കുമ്പോ നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. വലിയൊരു സ്വർണ്ണബിംബത്തെ അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഇതിനെ എല്ലാവരും ആരാധിക്കണം, കുമ്പിട്ട് ആരാധിക്കണം. എല്ലാവരും ആരാധന തുടങ്ങി. 3 എണ്ണങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. കുലുക്കൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കുറ്റടിച്ച പോലെ 3 എണ്ണം നിൽക്കുക ഇതിനിടയ്ക്ക്. അപ്പോഴേക്കും ഇവരെല്ലാവരും നോക്കി 3 എണ്ണം, അത് 3 യുവാക്കൾ ഇങ്ങനെ ചങ്കുറ്റത്തോടെ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവാക്കൾ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ചങ്കുറപ്പ് കാണിക്കേണ്ടത് അപ്പന്റെ മുമ്പിലോ അമ്മയുടെ മുമ്പിലോ അല്ല, സുവിശേഷത്തിന് വേണ്ടി ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ മുമ്പിലാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തതിന്റെ പേരിലായിരിക്കണം ചങ്കുറപ്പ് കാണിക്കണം. ഇത് 3 യുവാക്കൾ നിൽക്കുക. വിശ്വാസത്തിന്റെ ചങ്കുറപ്പ ഈ കാണിക്കുന്നത്. വിശ്വാസത്തിന്റെ മേഖലയിൽ കൃത്യമായ നിലപാടുണ്ടായിരിക്കേണ്ടവരാണ് ഒരു ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് റോമക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നതെന്തും പാപമാണ്. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത്, ഇങ്ങനെ ചലിച്ചാ മതി. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാപമാ. വിശ്വാസം ഒന്നേ ഉള്ളൂ, യേശു ദൈവമാണ്, ഇവൻ മാത്രമാണ് ദൈവമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തില് 39-ാമത്തെ വചനത്തില് ഈ വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവൻ. എവിടെ ഉറപ്പിക്കണം? വീട്ടിലല്ല ഉറപ്പിക്കേണ്ടത്. വീട്ടിൽ ഉറപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വീട്ടിൽ അത് ഉറപ്പിക്കണം, ഇത് ഉറപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ പിന്നെ വീട്ടിൽ എവിടെ ചെറ്റക്കുടലിൽ കിടന്നാലും സമാധാനം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, സ്വസ്ഥത ഉണ്ടാവും. പട്ടിണി കിടന്നാലും സ്വസ്ഥത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. രോഗം വന്നാലും ഉണ്ടാവും സ്വസ്ഥത, സമാധാനം. ഇതും പോവുകയല്ല. ഇവിടെ വചനം പറയുകയാണ്, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുക. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും നിങ്ങൾക്കും നിങ്ങളുടെ വരും സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി ഈ കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ.
കണ്ടവർ വിളിക്കും ഇറങ്ങിപ്പോകേണ്ടവനല്ല ഒരു ക്രിസ്ത്യാനി. ക്രിസ്ത്യാനിക്ക് വരാൻ ഒരു ഇടമുണ്ട്. ക്രിസ്ത്യാനിക്ക് ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെയും എടുത്തു വെക്കാൻ ഒരു ഇടമുണ്ട്. കർത്താവിന്റെ കാൽവരി കുരിശ് ഇങ്ങോട്ടോ കൊണ്ടുവരണ്ടേ? ഈ അൾത്താരയുടെ മുമ്പിലേക്കാണ് നിന്റെ പ്രശ്നം കൊണ്ടുവരണ്ടേ? ഈ അൾത്താരയുടെ മുമ്പിലേക്കാണ് ഒരു ക്രിസ്ത്യാനി സ്വന്തം ജീവിതത്തിന്റെ സകല നൊമ്പരങ്ങളും കൊടുക്കണ്ടേ, വേദനകൾ കൊടുക്കണ്ടേ, തകർച്ചകൾ കൊടുക്കണ്ടേ, ബാധ്യതകൾ കൊടുക്കണ്ടേ, ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികള് ഇവിടെ വരണം. ഹല്ലേലൂയ. ഇതാണ് നിലപാട്. ഇതായിരിക്കണം വിശ്വാസത്തിന്റെ നിലപാട്. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട വിശ്വാസത്തിന്റെ നിലപാട് എന്താന്ന് വെച്ചാൽ യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ചങ്കുറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിന്റെ നിലപാട് ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകണം. ഹല്ലേലൂയ. യേശു മാത്രമാണ് ദൈവം. ഈ ലോകത്തിൽ എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ പാപമോചനത്തിന് വേണ്ടി എനിക്ക് സ്വർഗം കിട്ടാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരുവനേയുള്ളൂ. വേറെ ആരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേയുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ പുത്രനായ ഈശോ. ഇതാണ് എന്റെ വിശ്വാസത്തിന്റെ അച്ചാരം. അവിടെ നിൽക്കണം പ്രിയപ്പെട്ടവരെ. അവിടെ നിന്നാൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് കാണാം. ഇതാണ് നിലപാട്. ഇതാണ് വിശ്വാസത്തിൽ എടുക്കേണ്ട നിലപാട്. ഇവര് 3 യുവാക്കള് ഇങ്ങനെ ചങ്കുറപ്പോടെ നിൽക്കുക. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ എഴുന്നേറ്റ് നിൽക്കുന്നത്? കുമ്പിട്, ആരാധിക്ക്, അതിനോട് എസ് പറ. അവിടെ പോയി അവര് പറയുന്നൊരു കാര്യമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വചനങ്ങൾ. ദാനിയേൽ 3:17 മുതലുള്ള വചനങ്ങൾ. 3 യുവാക്കള്, അവരുടെ പേരൊക്കെ എന്നതാ പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് പറയാത്ത. ഷദ്രാഖ്, മെഷാഖ്, അബദ്നഗോ. ആരൊക്കെ? എന്തോ? ഷദ്രാഖ്, മെഷാഖ്, മൂന്നാമത്തെ ആരെങ്കിലും ആയിക്കോട്ടെ. 3 യുവാക്കളാണെന്നുള്ള കാര്യം മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ഇവർ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ, രാജാവിന്റെ ഈ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ച ഉറപ്പാണ് ഇവരെ തീച്ചൂളയിലേക്ക് എറിയും. അപ്പൊ ഇവർക്ക് ഉറപ്പാണ്, എഴുന്നേറ്റ് നിന്ന കഴുത്തിൽ തല കാണില്ല, ഈ കത്തി എരിയുന്ന തീയിൽ വീഴണം. ഇതെല്ലാം മരണം മുന്നിൽ കണ്ടിട്ടാണ് വിശ്വാസത്തിന് വേണ്ടി ഇവർ നിൽക്കുന്നത്. അല്ലാണ്ട് ജീവിക്കാനുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അല്പം കൂടി ജീവിതം നീട്ടാനുള്ള പ്രതീക്ഷയോടുകൂടിയൊന്നും അല്ല. ഒരു പ്രതീക്ഷയില്ല, ഒരു താല്പര്യമില്ല. പക്ഷെ വിശ്വാസം കളഞ്ഞിട്ട് എനിക്ക് ജീവിക്കണ്ട, വിശ്വാസം കളഞ്ഞിട്ട് എനിക്ക് എന്റെ ജീവിതം നീട്ടിക്കിട്ടണ്ട, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. അല്ലേ? ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ അവിടെ ചെന്നപ്പോ അച്ഛനോടെ തളർന്ന് നമുക്ക് വീൽ ചെയറിലിരിക്കും. നമുക്കറിയാം, അച്ഛൻ്റെ അടുത്ത് ചിലർ വന്നിട്ട് പറഞ്ഞു, ചില ടൈപ്പിലുള്ള അതീന്ദ്രിയ വിദ്യാജാലകൾ വന്നിട്ട് അവർ പറഞ്ഞു, അച്ഛന് ഒരു ദിവസം തന്നാവും ഞങ്ങൾ അച്ഛനെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കാൻ. എന്നാ ട്രീറ്റ്മെന്റാ? പിന്നെ കുറെ ട്രീറ്റ്മെന്റാ. അച്ഛൻ പറഞ്ഞ എന്നാന്നറിയോ, മരിക്കുന്നത് വരെ വീൽ ചെയറിൽ ഇരുന്ന് വചനം പറഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന പിശാചിന്റെ വഴി കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഒരു 10 വർഷം നീട്ടിക്കിട്ടണമെന്നും എനിക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഇതാണ് നിലപാട്. നമുക്ക് എത്ര പേർക്കുണ്ട് ഈ നിലപാട്? നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കർത്താവിനെ തള്ളി പറയും, പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. വചന ശുശ്രൂഷയെയും ആലയത്തെയും വീട്ടുകാരെയും വന്ന വഴിക്കുണ്ട ഇതെല്ലാം പറഞ്ഞുകൊണ്ടേ. കണ്ടോ, നിലപാടുകളുണ്ട്. വിശ്വാസത്തിന്റെ മേഖലയിൽ നിലപാടുകൾ ഉണ്ടാകണം. ഇതാണ് എന്റെ നിലപാട്. ഇതാണ് എനിക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി രക്തം ചിന്തിയൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കാൽവരിയിൽ 3 ആണികളിൽ പിടഞ്ഞു മരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിട്ടിട്ട് എന്നെ സ്നേഹിച്ചതിന്റെ പേരില്, എന്നെ പാപത്തിന്റെ പേരില് എനിക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിട്ടിട്ട് എനിക്കൊന്നും നേടണ്ട എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് ആരുടെ ചങ്കി കയറുന്നുവോ അവനിലേക്ക് സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങും. ഹല്ലേലൂയ.
ഇവിടെയാണ് അഭിഷേകം. നിലപാടുകൾ എടുത്തു നോക്ക്. അഭിഷേകം പ്രാപിക്കില്ലേ എന്നറിയാൻ നിലപാടുകൾ എടുക്ക്. വിശ്വാസത്തിന്റെ മേഖലയിൽ നിലപാടുകൾ എടുത്തു നോക്ക്. അത്ര കൃത്യമായിട്ട് ഏലിയാസർ എന്ന് പറയുന്നവൻ വചനത്തിലൂടെ കടന്നു പോകുമ്പോ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏലിയാസർ മക്കമായ എഴുതിയ ലേഖനത്തില് ഏലിയാസറിന്റെ അടുത്ത് പറയും, എന്നാ പറയുന്നത്, പന്നിമാംസം കഴിക്കണം, ഇല്ലെങ്കിൽ തട്ടും. അപ്പൊ നിഷിദ്ധമാ, യഹൂദന് നിഷിദ്ധമാ പന്നിമാംസം. ഞാൻ കഴിക്കുകയല്ല. ഇത്രയും പ്രായം, വലിയ നല്ല പ്രായം, 19 വയസ്സ് പ്രായത്തിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇവൻ അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല, നല്ല സ്വഭാവമുണ്ട്, എല്ലാം ഉണ്ടോണ്ട് ഇവര് പറഞ്ഞു, ഭടന്മാര് തന്നെ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യ്, പന്നിമാംസമാണെന്ന പ്രായമാണ്, ഞങ്ങള് വേറെ മാംസം കൊണ്ടുവന്ന് തരാ, തിന്നാ മതി, രക്ഷിക്കാൻ വേണ്ടി. ഏലിയാസ് പറയുന്ന ഒരു കാര്യം, നരബാധിച്ച സമയത്ത്, ഈ പ്രായമായ സമയത്ത്, ഇന്ന് വരെ ഞാൻ ഏറ്റുപറഞ്ഞ ഒരു ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഇപ്പൊ ഈ പന്നിമാംസം കഴിച്ചാല് എന്റെ വരും തലമുറ പറയും, എന്റെ വരും തലമുറ പറയും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും, എന്റെ ജീവിതത്തിന്റെ പിന്തുടർച്ച അവകാശികൾ പറയും. ഈ പ്രായമായപ്പോ അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട, അത് വേണ്ട, അങ്ങനെയാ പറയുന്നേ. എനിക്കത് വേണ്ട. ഈ പ്രായത്തില് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടൊരു വേണ്ട. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് 7 മക്കളും ഒരു അമ്മയുടെയും ജീവിതം. പന്നിമാംസത്തിന് നിർബന്ധിച്ചപ്പോ നോ പറഞ്ഞപ്പോ ഈ 7 പേരെയും സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് വെട്ടി 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 നുറക്കുമ്പോഴും അമ്മ ബലപ്പെടുത്തിയിട്ട് പറയും, മക്കളെ പുനരുത്ഥാനമുണ്ട്, മക്കളെ വിട്ടുകൊടുക്കരുത്, നിത്യജീവനുണ്ട്, മക്കളെ വിശ്വാസം വെടിയരുത്, നമുക്കൊരു ജീവിതമുണ്ട്, ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇതുകൊണ്ടൊന്നും തീരുകയല്ലോ, ഇതുകൊണ്ട് തീരുകയല്ലോ, ഇതുകൊണ്ട് തീരുന്നതല്ല ഈ ജീവിതം. ഒരു ക്രിസ്തീയ ജീവിതം ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല. അതുകൊണ്ട് മക്കളെ ചെയ്യരുത്. മൂത്തവനെ തട്ടി, രണ്ടാമത്തിനെ തട്ടി, മൂന്നാമത്തിനെ പൊളിച്ചു, വറചട്ടിലിട്ടു, വെട്ടുന്നു. പല പല മാരകമായ പീഡനത്തിലൂടെ സ്വന്തം മക്കളെ കൺമുമ്പിൽ വെച്ച് പിച്ചി ചീന്തുന്ന സമയത്ത് അമ്മ ബലപ്പെടുത്തും. ഇളയ മകൻ വരുമ്പോ ഇവനെങ്ങാൻ യേശുക്രിസ്തു ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് വിശ്വാസം കളഞ്ഞാലോ എന്ന് ആലോചിച്ചിട്ട് അമ്മ പറയും, മോനെ, എന്റെ ഉദരത്തിൽ നീ എങ്ങനെ ജന്മം കൊണ്ടെന്ന് എനിക്കറിയത്തില്ല, നീ എങ്ങനെ എന്റെ ഉദരത്തിൽ ജന്മം കൊണ്ടെന്ന് അറിയത്തില്ല. ഉള്ളതിൽ നിന്നല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്, ഇല്ലായ്മയിൽ നിന്നുമാണ് ദൈവം നിന്നെ എന്റെ ഉദരത്തിൽ സൃഷ്ടിച്ചത്. ആ ദൈവത്തെ തള്ളിപ്പറയരുതേ. ഹല്ലേലൂയ. ഒരു അമ്മ പറഞ്ഞു കൊടുത്ത കാര്യമാ. വിശ്വാസം ജീവിച്ചു എന്ന് മാത്രമല്ല, തലമുറകളിലേക്ക് അത് വിശ്വാസം കൊടുക്കുകയാണ്. മക്കൾ കാണട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മക്കൾ കാണട്ടെ, ഞങ്ങൾ സ്നേഹിക്കുന്നത് മക്കൾ കാണട്ടെ. ഇത് കാണാൻ മാത്രം ഒന്നും വീട്ടിലില്ല. ഹല്ലേലൂയ. ഒരു പെങ്കൊച്ചിവിടെ വന്നിട്ട് പറഞ്ഞു, അച്ചോ, ഇന്നുവരെ എന്റെ അപ്പനും അമ്മയും സംസാരിച്ചു തുടങ്ങിയ തല്ലിപ്പിരിയുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത്. എന്റെ കുഞ്ഞുനാൾ മുതൽ എന്റെ ഒരു വേദനയാത് അച്ഛൻ, എന്റെ ഒരു വേദനയാത്. ഇന്നുവരെ എന്റെ അപ്പനും അമ്മയും സ്നേഹത്തോട് ഒന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. +1 പഠിക്കുന്ന കൊച്ച 16 വർഷമായിട്ട് ഈ കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇവള് പറഞ്ഞ, ഇന്നുവരെ എന്റെ അപ്പനും അമ്മയും സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലച്ചോ. ഇന്നുവരെ വിശുദ്ധ ജീവിതം നയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു പയ്യൻ, അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് 24 മണിക്കൂർ ഈ ബ്ലൂ ഫിലിം കാണുക, എപ്പോഴും ബ്ലൂ ഫിലിം തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞാൽ, അച്ചോ, ഇത് ആഗ്രഹിച്ചിട്ടല്ല, ഇപ്പൊ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ ഇതങ്ങനെ തുടങ്ങിയെന്നറിയാവോ? അപ്പൻ വീട്ടിൽ മേടിച്ചു കൊണ്ടുവന്ന് ബെഡ്റൂമിൽ കാണാൻ വെച്ചിരുന്നത് അപ്പനാമ ഇല്ലാത്ത സമയത്ത് മകൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇട്ടു നോക്കിയതാ. അങ്ങനെ തുടങ്ങിയതാ. 7 വയസ്സുള്ളപ്പോ, 7 വയസ്സ്. പിന്നെ അപ്പം പോകുമ്പോ ഇവരെടുത്തിടും, അമ്മയില്ലാത്തപ്പോ ഇവരെടുത്തിടും. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 7 വയസ്സുള്ളപ്പോ കണ്ടതാ, ചെറുതാ. ഞാൻ ആലോചിക്കാൻ ചെയ്തു, ഇവരെങ്ങനെ ഇതൊക്കെ ഓണാക്കിയെന്ന്. ഇപ്പോഴത്തെ പിള്ളേർ 4 വയസ്സുള്ളെങ്കിലും സ്വിച്ച് ഓണാക്കും, മൊബൈൽ എടുക്കും, അത് കൃത്യമായിട്ട് ചെയ്യും, അല്ലെ? നമുക്കറിയാത്ത ജ്ഞാനം പിള്ളേർക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് 13 വയസ്സിൽ കിട്ടിയത് ഇന്ന് 3 വയസ്സിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 30 വയസ്സിൽ കിട്ടിയത്, പ്രായമായത് നിങ്ങളുടെ 60 വയസ്സിൽ കിട്ടിയ ജ്ഞാനം, നല്ല ജ്ഞാനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടാ, ഇന്ന് 10 വയസ്സിൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈലിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ഹല്ലേലൂയ. ഇപ്പൊ ജീവിതം കൂടി കാണിക്കണം പ്രിയപ്പെട്ടവരെ. കണ്ടോ, ഈ കൊച്ചു പറഞ്ഞ ഞാനിന്ന് ഇങ്ങനെ ആയതെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം എൻ്റെ അപ്പനാ. എന്റെ അറിവില്ലായ്മയുടെ സമയത്ത് എനിക്ക് ആ കുഞ്ഞുനാളില് ഇങ്ങനെയുള്ളതാ ഞാൻ കണ്ടത്. പിന്നെ എങ്ങനെയോ അത് കാണാനും, പിന്നെ അവിടുന്ന് പുറത്ത് കിട്ടിയ 10 രൂപ കൊടുത്ത് CD മേടിക്കാനും, പുറത്ത് ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന് 10 രൂപ കിട്ടിയ കാണാനുള്ള ഒരു ആവേശം, അത് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പൊ മുഴുവൻ സമയം ഇത് തന്നെ കാണില്ല, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ട് കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിട്ട് ഇപ്പൊ ആരെ നോക്കിയാലും വിശുദ്ധമായ കണ്ണുകളിലൂടെ നോക്കാൻ പറ്റണില്ല. ആരെ കണ്ടാലും ആരെ നോക്കിയാലും പാപം ചെയ്യണോ എന്നുള്ള ചിന്തയാ മനസ്സിലേക്ക് വരുന്നത്. അവരെ നോക്കുമ്പോ ആരെ നോക്കിയാലും ഈ ചിന്തകളാ എന്റെ മനസ്സിൽ. കിടന്നുറങ്ങുമ്പോ, ദേവാലയത്തിൽ ഇരിക്കുമ്പോ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോ, പള്ളിയിൽ പോകുമ്പോഴൊക്കെ എന്റെ തലയ്ക്കകത്ത് ഊറിക്കൂടുന്ന ചിന്തകള് വിശുദ്ധമായ ചിന്തകളല്ല, ആത്മീയ ചിന്തകളല്ല, എന്നെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ചിന്തകളല്ല, പാപകരമായ ചിന്തകളാ. ഹല്ലേലൂയ. ഈ അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങളൊക്കെ എന്റെ ഉദരത്തിൽ വന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങളെ എന്റെ ഉദരത്തിൽ മെനഞ്ഞത് നിങ്ങളുടെ ദൈവമാ, എന്റെയും നിങ്ങളുടെയും ദൈവമാണ്. ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കാതെ, വിശ്വാസം തള്ളിപ്പറയാതെ കർത്താവിന് വേണ്ടി മരിച്ചുകൊള്ളാൻ ഒരമ്മ വിശ്വാസത്തിന്റെ സാക്ഷ്യം കൊടുക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകത്തിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടാത്തതിന് കാരണം നമുക്ക് നിലപാടുകളില്ല, കൃത്യമായ നിലപാടുകളില്ല ജീവിതത്തിൽ. കൊച്ചുരഹസ്യ പുണ്യാളത്തിയുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ തിരുനാൾ ആഘോഷിച്ചത് അല്ലെ. കൊച്ചുരഹസ്യ പുണ്യാളത്തി 15 വയസ്സിൽ കോൺവെന്റിൽ ചേർന്നു. അന്ന് 21 വയസ്സ് വേണം കോൺവെന്റിൽ ചേരാൻ. 15 വയസ്സിൽ മെത്രാനെ പോയി കണ്ടു. അതുപോലെ ആഗ്രഹം, അതുപോലെ ആവേശം. മെത്രാനെ പോയി കണ്ടിട്ട് പെർമിഷൻ കിട്ടിയില്ല, റോമിലേക്ക് പോകാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് തീർത്ഥാടകർ പോകുന്നവർ അവരുടെ കൂടെ റോമിലേക്ക് പോയി മാർപ്പാപ്പനെ കാണാൻ. മാർപ്പാപ്പനെ കണ്ടിട്ട് മാർപ്പാപ്പ പറഞ്ഞു, അങ്ങനെ ഒരു പ്രത്യേക പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് കോൺവെന്റിൽ 15 വയസ്സിൽ ചേരുന്നത്. 17 വയസ്സ് പ്രായമായ ഒരു സിസ്റ്റർ, ആ കോൺവെന്റിലുള്ള സിസ്റ്റർ ചോദിക്കും, കൊച്ചുത്രേസ്യ നീ എന്തിനാ സിസ്റ്ററായേ? കൊച്ചുത്രേസ്യ നീ എന്തിനാ സിസ്റ്ററായത്? ഈ 15 വയസ്സില് ഇത്രയും ആഗ്രഹിച്ച് ദാഹത്തോടെ വന്ന് കോൺവെന്റ് 21 വയസ്സിൽ ചേർന്ന പോരായിരുന്നോ? നമുക്കറിയാം 25 വയസ്സേ ഈ കുഞ്ഞ് വിശുദ്ധ ജീവിച്ചുള്ളൂ. എന്തിനാ ഇത്രയും ദാഹത്തോടെ വന്ന് 15-ാം വയസ്സിൽ കോൺവെന്റിൽ ചേർന്നേ? കൊച്ചുരഹസ്യ പുണ്യാളത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാന്നറിയാവോ? അനേകം ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിളി സ്വർഗം എന്റെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അത് സ്നേഹത്തിലേക്കുള്ള ഒരു വിളിയാ. ഈ വിളി അറിഞ്ഞു, ഈ ഒരു നിലപാട് കിട്ടി. കൊച്ചുരഹസ്യ പുണ്യാളത്തി ഇരിക്കുന്ന ആ കോൺവെന്റിന്റെ, താമസിച്ചിരുന്ന കോൺവെന്റിന്റെ മതിൽക്കെട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ലോകത്തിലെ സർവ്വ മിഷണറിമാരുടെയും മധ്യസ്ഥയായി മാറിയതിന് കാരണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ജീവിതത്തിൽ ദാഹം ഉണ്ടായിരുന്നു. തന്റെ വിളി തിരിച്ചറിഞ്ഞു, നിലപാട് തിരിച്ചറിഞ്ഞു. ഒരു നിലപാടുണ്ടായിരുന്നു, സ്നേഹത്തോനോ സ്നേഹിക്കാനാണ് എൻ്റെ വിളി, സ്നേഹമാണ് എൻ്റെ വിളി എന്നുള്ള നിലപാട്. സ്വരമുയർത്തി പറ ഹല്ലേലൂയ.